ജനുവരി 29 തിങ്കളാഴ്ച. മാർക്കോസ് 5:1-20 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് നാം കേൾക്കുന്നത്. അവൻ കല്ലറകളിലാണ് താമസിച്ചിരുന്നത്. അവൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും തടയാൻ കഴിഞ്ഞില്ല. അവനിലുണ്ടായിരുന്ന അശുദ്ധാത്മാവ് യേശുവിനെ തിരിച്ചറിയുകയും അവൻ ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നിനക്ക് എന്നോട് എന്താണ് ബന്ധം? അപ്പോൾ ആ മനുഷ്യൻ തന്നെ പീഡിപ്പിക്കരുതെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. നിന്റെ പേരെന്താണ് എന്ന് യേശു അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ലെജിയൻ എന്നാണ് എൻ്റെ പേര്. ഒരുപാട് ആത്മാക്കൾ ഉണ്ട്. ആത്മാക്കളെ അവിടെ നിന്ന് പുറത്താക്കരുതെന്നും വേണമെങ്കിൽ സമീപത്തുള്ള പന്നിക്കൂട്ടത്തിലേക്ക് ഓടിക്കാനും ആ ദുരാത്മാവ് യേശുവിനോട് അപേക്ഷിച്ചു. അവ ചോദിച്ചതുപോലെ യേശു ചെയ്തു. പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ച ഉടനെ പന്നിക്കൂട്ടം കടലിലേക്ക് പാഞ്ഞു കയറി മുങ്ങി മരിച്ചു. യേശു ചെയ്തത് എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കിയപ്പോൾ അവർ അമ്പരക്കുകയും ഭയക്കുകയും ചെയ്തു. തങ്ങളുടെ പട്ടണം വിട്ടു പോകാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചു. അശുദ്ധാത്മാക്കൾ ബാധിച്ച ആളുകൾ ഇന്ന് നമ്മുടെ ലോകത്തും ഉണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പോലും ഇരുണ്ട ശക്തികളുടെ സാന്നിധ്യം വളരെ സൂക്ഷ്മമാണ്. പിശാചിന് ഇപ്പോഴും ശക്തിയുണ്ട്. അവൻ ആത്മാക്കളുടെ നാശം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറിഞ്ഞിരിക്കുന്നതും എന്നാൽ പൈശാചികമായ അജണ്ടയുള്ള ആളുകളിൽ പിശാച് പ്രവർത്തിക്കുന്നു. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരിലൂടെയും അധാർമികരായ സെലിബ്രിറ്റികളിലൂടെയും ആകർഷവും ബോധ്യപ്പെടുത്തുന്നതുമായ വഴികളിലൂടെ അവൻ തൻ്റെ ആളുകളെ തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുന്നു. പൈശാചിക സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം. എന്നാൽ ഏതൊരു സത്യത്തെക്കാളും ശക്തനായ യേശുവിനോട് നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു സാത്താനും നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങൾക്കായി ചെയ്ത അത്ഭുതങ്ങൾ ചിലത് ഓർക്കാൻ ഇന്ന് സമയമെടുക്കുക. ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ച സംഭവങ്ങളായിരിക്കാം. മറ്റു ചിലത് കൂടുതൽ സൂക്ഷ്മമായതും ഒരു പ്രത്യേക അവസരത്തിൽ നടന്നതുമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങൾക്കായി ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കാറുണ്ടോ? യേശു എങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പണ്ടത്തേനേക്കാൾ എത്ര വ്യത്യാസമുണ്ടെന്നും നിങ്ങൾ മറ്റുള്ളവരോട് പറയാറുണ്ടോ? ഇന്ന് അല്പസമയമെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് ലഭിച്ച നിരവധി അനുഗ്രഹങ്ങളെ ഓർക്കുക. അത് നമുക്കുള്ള നല്ലൊരു കുടുംബമാകാം, നല്ല ആരോഗ്യമാകാം, ഒരു നല്ല ജോലിയാകാം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളാകാം. അനുഗ്രഹങ്ങളുടെ സമൃദ്ധിക്ക് യേശുവിന് നന്ദി പറയാം. ചിലത് ചെറിയ ദാനങ്ങൾ പോലെ തോന്നാം, എന്നിരുന്നാലും പലപ്പോഴും പല നല്ല കാര്യങ്ങളും
ചെറിയ പാക്കേജുകളിലൂടെയാണ് നമ്മളിലെത്തുന്നത് എന്ന സത്യം മറക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.